വാളെടുത്തവൻ വാളാലെ എന്ന് പറഞ്ഞതുപോലെ 3/4 നൂറ്റാണ്ട് ഭീകരതയെ തീറ്റിപ്പോറ്റിയ പാകിസ്ഥാൻ ഇപ്പോൾ ആ ഭീകരതയുടെ വേദന അറിയുകയാണ്. അമേരിക്കൻ പിന്തുണയോടെ പ്രവർത്തിച്ചിരുന്ന അഫ്ഗാൻ സർക്കാരിനെ അട്ടിമറിച്ച് താലിബാൻ അധികാരം പിടിക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും സഹായം ചെയ്തത് പാകിസ്ഥാനായിരുന്നു. പക്ഷെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ താലിബാൻ നേതൃത്വം കൊടുക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ ശത്രുപക്ഷത്തു നിന്നും മാറ്റി നിർത്തി. താലിബാന് ഇന്ത്യയോടൊരു ശത്രുതയുമില്ല എന്ന് മാത്രമല്ല, പാകിസ്ഥാനുമായി ദൈനംദിനം ശത്രുതയും അകലവും വളർന്നു വരികയും ചെയ്തു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ യുദ്ധസമാനമായ പ്രതിസന്ധിയും സംഘർഷവും വളർന്നുകൊണ്ടിരിക്കുന്നു. അഫ്ഗാന്റെ ഭൂപരിധിയിൽ കയറി ബോംബാക്രമണം നടത്തി അനേകം സിവിലിയന്മാരെ കൊന്നു എന്ന ആരോപണവുമായി അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പാക് അതിർത്തിയിലേക്ക് അഫ്ഗാൻ സേനയെ വിന്യസിക്കുകയും പാകിസ്ഥാന്റെ പല പോസ്റ്റുകളും തകർത്ത് പാക് സൈനികരെ കൊന്ന് മുന്നേറ്റം നടത്തുകയും ചെയ്യുന്നു. പാകിസ്ഥാനിൽ കടന്നു കയറിയുള്ള കടുത്ത ആക്രമണമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ നടത്തുന്നത്. അഫ്ഗാനിലെ റെഫ്യൂജി മന്ത്രി അടക്കമുള്ളവർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന്റെ ചുക്കാൻ പിടിച്ചത് പാകിസ്ഥാൻ ആണ് എന്ന് അഫ്ഗാൻ വിശ്വസിക്കുന്നു. അടുത്തടുത്ത് പല സ്ഫോടനങ്ങൾ ഉണ്ടാവുകയും നിരപരാധികളെ മനുഷ്യർ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തതിന്റെ ഉത്തരവാദിത്തം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ പുറത്തു വയ്ക്കുന്നു. പാകിസ്ഥാൻ അണുബോംബിനെ ഞങ്ങൾക്ക് തെല്ലും ഭയമില്ലെന്നും ഞങ്ങളോട് കളിച്ചാൽ തീർക്കും എന്ന് പറഞ്ഞ് പാകിസ്ഥാനിലേക്ക് കടന്നു കയറി ആക്രമണം അഴിച്ചുവിടുകയാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ. അതായത് ഭീകരതയിൽ കിളിർത്ത രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ തല്ലിച്ചാവുന്ന രസകരമായ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് എന്നർത്ഥം.